ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൂറുമേനി കിച്ചണിലേക്ക് സ്വാഗതം. ഗാക്ക് ഫ്രൂട്ട് മുറിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗാക്ക് ഫ്രൂട്ടിന്റെ ഉൾവശം കാണണമെന്നും പറഞ്ഞിട്ട്. നമ്മള് ആ ഗാക്ക് ഫ്രൂട്ട് മുറിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ആ ഗാക്ക് ഫ്രൂട്ട് കൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാനാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഗാക്ക് ഫ്രൂട്ട് രണ്ടായിട്ട് മുറിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കണം, അടിപൊളി ഒരു കളറാണ്, നല്ല സൂപ്പർ ഒരു ഫ്രൂട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഉൾവശം എങ്ങനെയാണെന്ന് ചോദിച്ചവരോട് ഇതാണ് ഇതിന്റെ ഉൾവശം. ഈ ഇരിക്കുന്ന എല്ലാം ഇതിന്റെ സീഡാണ് കേട്ടോ. ഇരിക്കുന്ന എല്ലാം അതിന്റെ സീഡാണ്. ഈ കാണുന്ന സീഡിന്റെ അകത്ത്, അതായത് സീഡിന്റെ അകത്താണ് ഇതിന്റെ അകത്ത് കൂടുതൽ ഔഷധ ഗുണമുള്ള ആ പൾപ്പ് പറ്റിയിരിക്കുന്നത് സീഡിന്റെ അകത്താണ്. ഈ പൾപ്പ് നമുക്ക് വാഷ് ചെയ്ത് അത് എടുക്കേണ്ടതുണ്ട്. ആ ചുമല കളർ നമുക്ക് വാഷ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. ആ മഞ്ഞ കളർ ആണ് നമുക്ക് പൾപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മഞ്ഞ കാണുന്നതാണ് അതിന്റെ പൾപ്പ്. സീഡിന്റെ അകത്തുനിന്ന് നമുക്ക് ഈ പൾപ്പ് കഴുകിയെടുക്കണം. അതിനാദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ആ സീഡ് കംപ്ലീറ്റ് ഒന്ന് ചിരണ്ടി മാറ്റേണ്ടതുണ്ട് കേട്ടോ. കംപ്ലീറ്റ് സീഡ് ഒന്ന് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് നമ്മുടെ ഗാക്ക് ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള പൾപ്പ് നമ്മൾ സ്പൂൺ കൊണ്ട് ചിരണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ്. കണ്ടോ, രണ്ട് ഞാലിപ്പൂവൻ പഴവും നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൾപ്പ് മൊത്തം നമുക്ക് ചിരണ്ടിതാ. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് സ്വർഗത്തിലെ കനി എന്ന് വിളിപ്പേരുള്ള ഗാക്ക് ഫ്രൂട്ട്. ഇതാണ് സ്വർഗത്തിലെ കനി എന്ന് വിളിക്കുന്ന പഴം, ഗാക്ക് ഫ്രൂട്ട്. ഇത് വിയറ്റ്നാമാണ് സ്വദേശം. നമ്മുടെ നാട്ടിൽ അപൂർവം ചിലയിടത്തേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ സീഡ്. ഈ സീഡ് നമുക്ക് നല്ലപോലെ കഴുകി വാഷ് ചെയ്ത് ആ സത്ത് നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ട മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. ഇതാണ് ഗാക്ക് ഫ്രൂട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. നോക്കാം, ഇത് നമുക്കൊന്നൊരു ജ്യൂസ് അടിച്ചിടണം. ഒരു ഗാക്ക് ഫ്രൂട്ടിൽ നമുക്കുണ്ടായിരുന്ന സീഡാണ്, ഒരു 40 സീഡ് ഉണ്ട്. ഇത് നമ്മൾ എണ്ണിയപ്പോൾ 40 സീഡാണ് ആ ഫ്രൂട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ആ കഴുകി വാഷ് ചെയ്ത് നമ്മൾ അതിന്റെ സത്ത് എടുത്തിട്ടാണ് ഈ സീഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് 40 സീഡുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് നമ്മൾ. കാരണം എൻ്റെ കയ്യിലുള്ള ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് ഇത് അടിക്കുന്നത്. ഒരു ഞാലിപ്പൂവൻ പഴവും അതിന്റെ പകുതി പൾപ്പും കൂടി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പകുതി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് രണ്ടായിട്ട് വേണം അടിച്ചെടുക്കാൻ. അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഗാക്ക് ഫ്രൂട്ട്. വിറ്റാമിൻ സിയും ബീറ്റാ കരാറ്റിന്റെ ഒക്കെ ഒരു വലിയ ശേഖരം തന്നെ ഈ ഫ്രൂട്ടിനകത്തുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഒരു ഹോർലിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം, പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് അടിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ അടിപൊളി ഒരു ജ്യൂസാണ്. നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കുക. അടിപൊളിയാണ്. ഞാൻ ഇവിടുന്ന് സീഡും ഫ്രൂട്ടും വിതരണം ചെയ്യുന്നുണ്ട്. വളരെ വിലക്കുറവിലാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൃഷിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ കൂടി അറിയിക്കുക, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇതാണ് നമ്മുടെ അടിപൊളി ഒരു ജ്യൂസാണ്. ഇതാണ് നമ്മുടെ സീഡ് കഴുകി വെച്ചിരിക്കുന്ന, വാഷ് ചെയ്ത് വെച്ച സീഡ്. ഇതാണ് ഒരു 40 സീഡ് ഉണ്ട്. ഇനി നമുക്കിതൊരു ക്ലാസ്സിലേക്ക് പകർത്താം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്